പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ രൂക്ഷമായി വിമർശിച്ച് വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയന്റെ കുടുംബം. അച്ഛൻ്റെ വാക്കിൻ്റെ പുറത്താണ് വി ഡി സതീശനെ കാണാൻ പോയതെന്ന് മകൻ വിജേഷ് NM പറയുന്നു. പാർട്ടി നേതാവ് പറയേണ്ട രീതിയിലല്ല തന്നോട് സംസാരിച്ചത്. നേതാക്കളിൽ നിന്ന് നീതി കിട്ടുമെന്ന പ്രതീക്ഷയില്ല. മരണശേഷവും അച്ഛന് പാർട്ടിയിൽ നിന്ന് നീതി കിട്ടിയില്ല എന്നും വിജേഷ് പറഞ്ഞു. ഞാൻ എൻ്റെ അച്ഛൻ്റെ ഒരു ഇതിൻ്റെ പുറത്താണ് ഞാൻ അവരെ കാണാൻ പോകുന്നത് തന്നെ. അല്ലെങ്കിൽ എനിക്കൊരു പോസ്റ്റൽ കാർഡ് അയച്ചാൽ മതിയായിരുന്നു. ഞാനത് കുറച്ചും കൂടെ ഇതായി ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് നേരിട്ട് പോയി കൊടുക്കേണ്ട ഒരു ഇത് വന്നത്. അപ്പോൾ എനിക്കൊരു ഭീഷണിപ്പെടുത്തേണ്ട ഒരു ഇതുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനത്തെ ഒരു ഭീഷണി ഞാൻ പെടുത്തിയിട്ടുമില്ല. അങ്ങനെ ഭീഷണിപ്പെടുത്തിയാൽ ഇവർ എന്താവും, ആ ഒരു പേടി ഇവർക്കുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു പാർട്ടി നേതാവ് പറയേണ്ട രീതിയിലല്ല എന്നോട് പറഞ്ഞത്. ആ പാർട്ടിയിലുള്ള ആളാണ് ഈ ഒരു ഇതിൽ ബലിയാടായത്. എനിക്ക് ഈ രാഷ്ട്രീയം മാത്രമല്ല ഇത് പ്രശ്നം. എൻ്റെ ഒരു ജീവനാണ്, 2 ജീവനാണ് ഇവിടെ പൊലിഞ്ഞു പോയത്. അതിൻ്റെ കാരണങ്ങളും പലതും ഇപ്പം പറയുന്നുണ്ട്. ഇത് അന്വേഷണം നടക്കട്ടെ. നീതി ഒന്നും കിട്ടിയിട്ടില്ല. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം ഒരു പ്രാവശ്യം പോലും വിളിച്ച് സംസാരിക്കാൻ പറ്റാത്തത് വലിയ നീതികേട് തന്നെയാണ്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. സുർജിത്ത്, ഈ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ നേതൃത്വം വലിയ രീതിയിൽ പ്രതിരോധത്തിലായി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ വി ഡി സതീശനെ പോയി കണ്ടിരുന്നു എന്നുള്ള കാര്യവും, പക്ഷേ വളരെ മോശമായ രീതിയിലാണ് പ്രതികരിച്ചത് എന്നുള്ള കാര്യമൊക്കെ കുടുംബം പറയുന്നത്. എന്താണ് അവർ വിശദീകരിക്കുന്നത്? ഇനി എങ്ങനെ മുന്നോട്ട് പോകാനാണ്, ഈ വിഷയവുമായി എങ്ങനെ മുന്നോട്ട് പോകാനാണ് അവർ ആലോചിക്കുന്നത്? സുർജിത്ത്, റീജിത്ത് അരനൂറ്റാണ്ട് കാലം പാർട്ടിയിൽ പ്രവർത്തിച്ചു. പിന്നീട് ഇപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. നീതി ലഭിച്ചില്ല. പാർട്ടിയിൽ പ്രവർത്തിച്ച കാലത്തും മരണത്തിനു ശേഷവും പാർട്ടിയിൽ നിന്ന് നീതി ലഭിച്ചില്ല എന്നുള്ളതാണ് പ്രധാനമായും കുടുംബം ആരോപിക്കുന്നത്. ഇതിൽ വി.ഡി. സതീശൻ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നടത്തിയ പ്രതികരണമാണ് ഈ കുടുംബം ചോദ്യം ചെയ്യുന്നത്. അതായത് ഈ കുടുംബം ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിച്ചത്. മാത്രമല്ല BJPയും CPMഉം എന്തൊക്കെയോ ഓഫർ വെച്ചു എന്നുള്ള തരത്തിൽ ആ ഒരു ധ്വനി വരുന്ന രീതിയിലൊരു പ്രതികരണം വി.ഡി. സതീശന്റെ ഭാഗത്തുണ്ടായി. അതിനാണ് ഇപ്പോൾ മകൻ വിജേഷ് മറുപടി പറയുന്നത്. ഇതിൽ അച്ഛൻ്റെ വാക്കിൻ്റെ പുറത്താണ് താൻ ഈ വി.ഡി. സതീശനെ നേരിൽ കാണാൻ പോയത് എന്നുള്ളതാണ് മകൻ്റെ പ്രതികരണം. തനിക്ക് സതീശനെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ല. പാർട്ടി നേതാവ് പറയേണ്ട രീതിയിലല്ല, ആ തരത്തിൽ അല്ലായിരുന്നു വി.ഡി. സതീശൻ്റെ പ്രതികരണം എന്നുള്ളതാണ് പറയുന്നത്. പാർട്ടിയിലെ നേതാവാണ് ബലിയാടായിരിക്കുന്നത്. എന്നിട്ട് പോലും ഒരു അനുകൂലമായ ഒരു നിലപാട് അത് പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. താൻ ഭീഷണിപ്പെടുത്തിയാൽ അങ്ങനെ ഭീഷണിപ്പെടുന്ന ആളല്ലല്ലോ വി.ഡി. സതീശൻ എന്ന ചോദ്യം കൂടി ഇദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. താൻ കാര്യങ്ങൾ പറയുമോ എന്നുള്ള ആശങ്ക അവരെ സംബന്ധിച്ചുണ്ടാകും. അതുകൊണ്ടാകും ഇത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടാവാനുള്ള കാരണം എന്നുള്ളതാണ് പറയുന്നത്. പാർട്ടി നേതാക്കളിൽ നിന്ന് നീതി കിട്ടുമെന്നുള്ള ഒരു തരത്തിലുള്ള പ്രതീക്ഷയുമില്ല. അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ താൻ ചെയ്തു എന്ന് മാത്രം. ഇത് തൻ്റെ പ്രശ്നം ഇതിൽ ഒരു തരത്തിലും രാഷ്ട്രീയമല്ല. 2 ജീവനുകളാണ് പൊലിഞ്ഞിരിക്കുന്നത്. ഈ കാര്യത്തിൽ താൻ ഒരു തരത്തിലും വാക്കുകൾ മാറ്റിപ്പറയുന്ന ആളല്ല. ഈ മരണശേഷവും പിതാവിന് ഒരു തരത്തിലുള്ള നീതിയും ലഭിക്കാത്ത സാഹചര്യമുണ്ട്. ഒരു വട്ടം പോലും നേതാക്കൾ ഒന്ന് വിളിക്കാനോ ഒന്ന് സംസാരിക്കാനോ തയ്യാറാകാത്ത സാഹചര്യമാണ് ഉള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ ആത്മഹത്യാ കുറിപ്പും ഒപ്പം തന്നെ ഈ കത്തുകളും പുറത്തു വന്നതിൻ്റെ പിന്നാലെ വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. ജില്ലയിലെ കോൺഗ്രസ് മാത്രമല്ല, അത് KPCC നേതാക്കൾ ഉൾപ്പെടെ ഈ വിഷയത്തിൽ നേരത്തെ ധാരണയുള്ള ആളുകളായിരുന്നു. എന്നിട്ട് പോലും അനുഭാവപൂർവമായ ഒരു നിലപാടും ഈ കുടുംബത്തോട് കാണിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ള ആക്ഷേപമാണ് പൊതുവെ ഉയരുന്നത്. ഈ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ, അത് വീണ്ടും വലിയ രീതിയിൽ ചർച്ചയായതിന് പിന്നാലെ KPCC ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണത്തിലേക്ക് കടക്കുന്നുണ്ട്. അതിനെ കുടുംബം എങ്ങനെയാണ് കാണുന്നത് സുർജിത്ത്? സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ചെറിയ ചില സാങ്കേതിക തടസ്സമുണ്ട്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ രൂക്ഷമായി വിമർശിച്ച് വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയൻ്റെ കുടുംബം വീണ്ടും രംഗത്ത് വരികയാണ്. അച്ഛൻ്റെ വാക്കുകളുടെ പുറത്താണ് വി.ഡി. സതീശനെ കാണാൻ താൻ പോയത്, ഈ വിഷയം അവതരിപ്പിക്കാൻ പോയത്. പക്ഷേ ഒരു പാർട്ടി നേതാവ് പറയേണ്ട രീതിയിലല്ല വി.ഡി. സതീശൻ്റെ ഭാഗത്തു നിന്ന് മറുപടി കിട്ടിയത്. വളരെ മോശമായി രീതിയിലാണ് അദ്ദേഹം അതിനോട് പ്രതികരിച്ചത് എന്നുള്ള കാര്യം കൂടി കുടുംബം ഉയർത്തുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് അതിൻ്റെ വിശദാംശങ്ങൾ നൽകുകയാണ്.